കൂട്ടുകാർക്ക് വേണ്ടി നാടോടി കഥകൾ. ആവശ്യമുള്ളതെല്ലാം തരാം. ആശ്ചര്യപ്പെട്ടുപോയ കർഷകൻ ഈ അവസരം മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു. അയാൾക്ക് ധാരാളം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ അവ ഓരോന്നായി അവതരിപ്പിക്കാൻ ഉറച്ചു. ആദ്യം എനിക്ക് എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറണം. കൂടാതെ ഒരു പശു, കുതിര, പുതുപുത്തൻ വീട് ഇവയെല്ലാം വേണം. കർഷകൻ പറഞ്ഞു. നീ തിരികെ ചെല്ലുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും, മാതൃക നാരകം വാഗ്ദാനം ചെയ്തു. കൃഷിക്കാരൻ തിരികെ എത്തി. എപ്പോൾ തൻ്റെ പഴയ കുടിലിൻ്റെ സ്ഥാനത്ത് കൊട്ടാരം പോലൊരു വീട്. വീടിന് ചുറ്റും ഫലമേറിയ ചുറ്റുമതിൽ, കൂടാതെ കരുത്തനായൊരു പന്തയ കുതിര ചിനച്ചു നിൽക്കുന്നു. അറ നിറയെ ധാന്യവും തൊഴുത്തിൽ പശുക്കളും എല്ലാം കണ്ട് അയാൾ സന്തുഷ്ടനായി. ക്രമേണ സുഖിമാനായിത്തീരുന്ന കർഷകന് അത്യാഗ്രഹമായി. കിട്ടിയതൊന്നും കൊണ്ട് തൃപ്തിയനാകാതെ അയാൾ ഒരിക്കൽ കൂടി മാതൃക നാരകത്തെ സമീപിക്കാൻ തീരുമാനിച്ചു. അയാൾ കോടാലിയുമായി കാട്ടിലേക്ക് നടന്നു. മാതൃക നാരകത്തെ കണ്ടെത്തി വെട്ടാനൊരുങ്ങി. ഇത് കണ്ട് ഇനി എന്താണ് നിനക്കാവശ്യം എന്ന് മരം ചോദിച്ചു. എനിക്ക് സുന്ദരിയായ ഒരു വധുവിനെ വേണം, കർഷകൻ പറഞ്ഞു.